നിങ്ങളുടെ വിഷ്ണുവിന് വേണ്ടിയേ അച്ഛൻ നേർന്ന കേട്ടോ. ശരി അച്ഛച്ച, എങ്കിൽ ഞങ്ങൾ പോയിട്ട് വരട്ടെ. ഇതേ നിങ്ങൾ ടൂർ പോവില്ലയോ? ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് കഴിക്കണം കേട്ടോ. താങ്ക് യു അച്ഛച്ച. ശാലിനി, തനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഏയ്, കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെ പറയണേ. എനിക്കിരിക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെ പറയണം. ഇന്നലെ തന്നെ ഒരു വണ്ടി അറേഞ്ച് ചെയ്യേണ്ടതായിരുന്നു. നമ്മൾ എത്ര പേരെ വിളിച്ചു നോക്കി, കമലിന്റെ ഓട്ടോ പോലും പണി മുടക്കി. വണ്ടി പോകുന്നതിന് മുമ്പ് സ്കൂളിൽ എത്തിയാ മതിയായിരുന്നു. ആ കാര്യത്തിൽ രണ്ടുപേരും പേടിക്കണ്ട. രണ്ടുപേരെ അങ്കിൾ അവിടെ എത്തിച്ചിരിക്കും. അതുകൊണ്ട് മുറുക്ക പിടിച്ചിരുന്നു പറപ്പിച്ച് വിടാൻ പോവാ. മക്കളെ, സത്യാമ്മ അറിയല്ലേ? അറിഞ്ഞ വലിയ വഴക്കാവേ. ഏയ്, സത്യാമ്മയൊന്നും അറിയാൻ പോകുന്നില്ല. അതൊക്കെ ഇവര് നോക്കിക്കോളൂ, അല്ലേ മക്കളെ? പിന്നെ അല്ലാതെ. രാഘവേട്ടൻ ഇത് എവിടെ പോയി? അതിരാവിലെ വരുന്നവരുണ്ട്, കാണാനില്ലല്ലേ? ഇനി ടൂർ പ്രോഗ്രാം ക്യാൻസലായി കാണൂ? അങ്ങനെയാന്ന് വിളിച്ചു പറയണ്ടല്ലേ? ഇറങ്ങിക്കോ. പപ്പി, വേഗം ചെല്ല്. അച്ഛൻ അവിടെ കാത്തിരിക്കാൻ തോന്നുന്നു. അവിടെ ഇരിപ്പുണ്ട്, പക്ഷെ നമ്മൾ വന്നത് അറിഞ്ഞിട്ടില്ല. ചെല്ലു മക്കളെ, നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് പോയി അവിടെ കൊടുക്കാനുള്ള വഴിപാട് വാങ്ങിവാ. സൂക്ഷിച്ചു പോണേ. രാഘവേട്ടാ, ആഹാ, ഇവിടെ വന്നിരിക്കുവായിരുന്നോ? നിങ്ങൾക്ക് ഉറക്കൊന്നുമില്ല മനുഷ്യ? നിനക്കുറക്കുണ്ടല്ലോ, നീ പോയി കിടന്നുറങ്ങ്. ഉറങ്ങാൻ നിങ്ങളുടെ ഈ ഫോൺ സമ്മതിക്കണ്ടേ? ദാ, ഇനിയേ ഇങ്ങനെ വന്ന് കുത്തിയിരുന്ന് നേരം വെളുപ്പിക്കാൻ തോന്നുമ്പോഴേ ഫോണും കൂടി ഒന്ന് എടുത്തോണ്ട് വന്നേക്കണം. ചുമ്മാ അത് കിടന്നടിച്ചിട്ട് മനുഷ്യന്റെ ഉറക്കം കളയാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കോ ഉറക്കമില്ല, മറ്റുള്ളവരെങ്കിലും കിടന്നൊന്ന് ഉറങ്ങട്ടെ. പിന്നെ ഇവിടെ തന്നെ ഇരുന്നോണം, പുറത്തേക്ക് ഇറങ്ങിയൊന്നും പോയേക്കരുത്. ഭാഗ്യം കണ്ടില്ല. ചെല്ല്, സത്യാമ്മ പോയി. പതുക്കെ പോ. ഇതിപ്പോ ആരാ വിളിച്ചേ? കൊച്ചുങ്ങളല്ലാന്നോ? അലാറായിരുന്ന ഓഫാക്കിയില്ല. എന്റെ മക്കളത് വന്നോ? അച്ചാച്ച എത്ര നേരമായി കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയോ? അല്ല, അച്ഛനും അമ്മ എന്തിയെ? അവര് പുറത്ത് വെക്ക. ഇങ്ങോട്ടെങ്ങനെ വന്ന സത്യമ്മ കാണുമെന്ന് വിചാരിച്ച് വരാതിരിക്കുന്നയാ. ഞങ്ങള് കുറച്ചേരായി വന്നിട്ട് സത്യമ്മയെ കണ്ടിട്ട് മാറിയുന്നതാ. ആണാ? അല്ല, മക്കളെങ്ങനെ വന്നേ? ബൈക്കിലാ. ഇത് നിങ്ങളുണ്ടല്ലോ, ദേ കൃത്യമായിട്ടേ സുചീന്ദ്രത്തിലുള്ള ഹനുമാൻകുലത്തിന് ഇടണേ. ഇതേ നിങ്ങളുടെ വിഷ്ണുവിന് വേണ്ടിയേ അച്ഛൻ നേർന്ന കേട്ടോ. ശരി അച്ഛച്ച, എങ്കിൽ ഞങ്ങൾ പോയിട്ട് വരട്ടെ. ഇതേ നിങ്ങൾ ടൂർ പോവില്ലയോ? ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് കഴിക്കണം കേട്ടോ. താങ്ക് യു അച്ഛച്ച. ശരി മക്കളെ, രണ്ടുപേരേ സന്തോഷമായിട്ട് പോട്ടു. പോട്ടു, സൂക്ഷിച്ചോണേ. പിള്ളേർ ഇങ്ങോട്ട് കയറിയതുമില്ലല്ലേ. ഇങ്ങോട്ട് വിളിക്കാന്ന് വെച്ചാ
എപ്പോഴാ കയറി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. വാങ്ങിച്ചോ? കിട്ടി. ഐസ്ക്രീം വാങ്ങാനും പൈസ തന്നു. എന്നാ വേഗം കേറിക്കോ. ദാ പിന്നെ നിങ്ങളെ ഷാള്. ആ. എന്നാ പിന്നെ നമുക്ക് പോവാം. കേറിക്കോ. ആ പപ്പി. ഓ, ഇനിയിപ്പോ കിടന്ന ഉറക്കവും വരത്തില്ല. ഇരുന്നങ്ങ് നേരം വെളുപ്പിക്കാന്നേ. നമസ്കാരം, ഞാൻ ഇടിക്കുള മാത്തച്ഛൻ, ഒരു ബിൽഡറാണ്. എനിക്കറിയാം. ഒമേഗ ഗ്രൂപ്പിന്റെ പരിസ്ഥിതി നിറപുഞ്ചിരിയോടെ നിൽക്കുന്ന ആളെ പരിചയമുണ്ടോന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ആ പുഞ്ചിരിയിൽ ഇല്ലേ എല്ലാം. ഇരിക്ക്. അങ്ങനെ ഒരു പുഞ്ചിരി സാറിന്റെ മുഖത്ത് ഉണ്ടാകുന്ന ഒരു കാര്യത്തിനാ ഞാനിപ്പോ വന്നിരിക്കുന്നത്. സാറ് സഹകരിച്ച ആ പുഞ്ചിരി ലൈഫ് ലോങ് ആയിരിക്കും. ഞാൻ സഹകരണ മനോഭാവമുള്ള ആളാണെന്ന് എങ്ങനെ മനസ്സിലായി? ഉണ്ണിയെ കണ്ടാൽ അറിയാൻ പാടില്ലേ ഉള്ളിലെ തരികിട. അതെ സാറേ, സാറിനെ കുറിച്ചുള്ള ഏകദേശമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പണി ഇവിടെ, വരമ്പത്ത് കൂലി. ആ പരിപാടി ഇവിടെ നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലേ? അതൊക്കെ പറഞ്ഞ് റെഡിയാക്കിയിട്ടാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. താൻ പുറത്ത് വെയിറ്റ്. ഓ, കാര്യം എന്താണെന്ന് ഞാനൊന്ന് കേൾക്കട്ടെ. ശരി സാർ. എന്നാ പറ, ഞാൻ എന്താ നിങ്ങൾക്ക് ചെയ്തു തരണ്ടേ? എന്റെ പൊന്നു സാറേ, ഈ കഷ്ടകാലം പിടിക്കുമ്പോഴാണല്ലോ ഇല്ലാത്തതും വേണ്ടാത്തതുമായ ചില ചിന്തകൾ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു ചിന്ത കേറിയതാണ് ഒമേഗ ഹോംസ് എന്ന പ്രോജക്റ്റ് നല്ലോണം ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് സാറേ ദേ ഇപ്പൊ സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ അങ്ങ് നിന്നു. അതിനൊരു കാരണമുണ്ട്. ആരെങ്കിലും വട്ടം ചാടിയിട്ടുണ്ടാവും. അതെ, ഇവിടുത്തെ ജില്ലാ കളക്ടർ ശാലിനി പല ഓഫറുകളും വെച്ചു, പക്ഷെ നടപടിയായില്ല. അല്ല, വട്ടം വയ്ക്കാനുള്ള കാരണം ഇതുവരെ പറഞ്ഞില്ല. 11 വില്ലകളാണ് ആ സ്ഥലത്തുള്ളത്. അതിന്റെ പിന്നാമ്പുറം സർക്കാർ പുറമ്പോക്ക് ഭൂമിയാണ്. നമ്മുടെ വില്ലകളിൽ ഒരെണ്ണത്തിന്റെ ചെറിയ ചരിവ് ഒരു പൊടിക്കോളം ഈ പുറമ്പോക്കിലേക്ക് കയറിക്കിടക്കുകയാണ്. ഒരു നൂലിന്റെ വലിപ്പത്തിലേ. ചരിവിന്റെ ഒരു ആവറേജ് നീളം പറഞ്ഞില്ല ഇതുവരെ. പുറമ്പോക്കല്ലേ സാറേ, ആർക്ക് ഛേദം? ഒരു 2 മീറ്റർ. ഇതാണ് ഒരു നൂലിന്റെ വലുപ്പം എന്ന് പറഞ്ഞത്. സാറ് വിചാരിച്ചാ നടക്കും.